എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവൻ മൾട്ടി ലെവൽ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവൻ രാവും പകലും കഷ്ടപ്പെട്ടിട്ടും ആ ഒരു വാട്ടർഫോൾസിനെ അതിനെ കൺട്രോൾ ചെയ്യാനാവില്ല. ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ താഴെ റെസ്റ്റ് എടുക്കും. കാക്കാഷി വന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കുമ്പോ ഞാൻ ഇത്ര നേരവും പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, കുഴപ്പമില്ല ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും ആ ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുമ്പോ കാക്കാഷി മാസ്റ്റർ പറയും, വേണ്ട വേണ്ട, നീ ഇപ്പൊ ഇനി പ്രാക്ടീസ് ചെയ്യണ്ട, നീ യാമുട്ടോ സെൻസായി നോക്ക്, നിന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവറിനെ കൺട്രോൾ ചെയ്ത് അവനിപ്പോ ആരോഗ്യമില്ലാതെ സൈഡായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്നിനി പ്രാക്ടീസ് വേണ്ട, നമുക്ക് നാളെ നോക്കാന്ന് പറഞ്ഞ് അവര് കുട്ടപ്പനെ പറഞ്ഞു വിടും. കട്ട് ചെയ്താ ഇവിടെ കാഗസ് പറയും, ഇത്രയും നേരവും ഞാൻ ഇവനെ തൂക്കിക്കൊണ്ടുവന്നു, ഇനി എനിക്ക് ശക്തിയില്ല, അതുകൊണ്ട് മുൻപോട്ടിനി നീ ഇവനെ ചുമക്കണമെന്ന് പറയുമ്പോ അത് കേട്ടവൻ, ഓ നിനക്കല്ലേ പണം വേണ്ടത്, അതുകൊണ്ട് നീ തന്നെ അവനെ ചുമന്നാ മതി, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അതിന് കാഗസ് പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും കൊല്ലേണ്ടത് ഞാൻ തന്നെയാണ്. കട്ട് ചെയ്താ ഇപ്പൊ അസുമ മാസ്റ്റർ കാണിക്കുന്നു. ആൾ സിഗരറ്റ് എടുത്ത് നൈസായിട്ട് വായിൽ വെക്കും. എന്നിട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ കുറേണെ ആലോചിച്ച് ഇന്നലെ രാത്രി അതിമനോഹരമായിരുന്നു, വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ആ സിഗരറ്റ് അത് താഴേക്കിടും. ഇന്നലെ രാത്രി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതേ സമയത്ത് ഇവിടെ കുറേണ മാസ്റ്ററും ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സാക്കുര ആവട്ടെ ഇപ്പൊ ഒരുപാട് ഫുഡ് പിൽസ് ഒക്കെ ഉണ്ടാക്കി കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അപ്പൊ സായി അവിടേക്ക് വന്ന് ഇപ്പൊ സാക്കുരയോട് പറയും, നമ്മൾ ചിന്തിച്ചതിലും അപ്പുറമാണ് നറൂട്ടോയുടെ പവർ. അവൻ ആ വാട്ടർഫോൾസ് അത് ഇരട്ടിയാക്കിയിട്ട് അവന്റെ ഫുൾ പവറിലാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ സായി ഒരു ബുക്ക് എടുത്ത് അവളെ കാണിച്ചിട്ട് പറയും, ഇതാണ് ബേസിക് ഓഫ് ചേഞ്ചിങ് ചക്ര നേച്ചർ. അത് കണ്ട് സാക്കുര ചിരിച്ചിട്ട് പറയും, ഈ ബുക്ക് അത് നീ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ സായി പറയും, നീയല്ലേ പറഞ്ഞേ ബുക്ക് വായിച്ച് അറിവ് നേടാൻ പാടില്ല എന്ന്, എക്സ്പീരിയൻസ് ചെയ്ത് അറിവ് നേടണമെന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് ഈ ബുക്ക് ഞാൻ മറച്ചു വെച്ചത്. അതിന് സാക്കുറ പറയും, ചില കാര്യങ്ങള് അത് ബുക്കിലൂടെ തന്നെ അറിയണം, അത്തരത്തിലൊരു ബുക്കാണ് ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ടും നിനക്ക് ഈ ബുക്ക് വായിച്ചു പഠിക്കാം. അപ്പൊ സാക്കുറ പറയും, നമുക്കിപ്പോ കുട്ടപ്പനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഈ ഫുഡ് പില്ലും ബുക്കും നമുക്ക് ഇവിടെ വെക്കാം, അവൻ റെസ്റ്റിന് വരുമ്പോ തീർച്ചയായിട്ടും ഇത് കണ്ടോളെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അത് അവിടെ വെച്ച് ഇപ്പൊ തിരികെ പോകും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ പ്രാക്ടീസ് ചെയ്യേ ഇവിടെ യാമുട്ടോ സെൻസായി ആവട്ടെ അവന്റെ നയൻ ടൈലിന്റെ പവർ അത് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് കാക്കാഷി, കുട്ടപ്പ നീ വിഷമിക്കണ്ട, നീ നിന്റെ ക്ലൗൺസിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുഴുവൻ പവറും നിന്നിലേക്ക് അബ്സോർബ് ചെയ്യ്, അപ്പൊ ഒരുപക്ഷെ നിനക്ക് ഈ ജിപ്സു അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കാം. കുട്ടപ്പൻ ക്ലൗൺസിനെ ബ്രേക്ക് ചെയ്ത് അവന് പവർ ഗ്യാദർ ആവുന്നുണ്ടോ എന്ന് ഇപ്പൊ ചെക്ക് ചെയ്യും. അവൻ മാസ്റ്ററിനോട് പറയും, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ കാക്കാഷി ഇപ്പൊ അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് സാക്കുറ കൊണ്ടുവന്ന ആ ഫുഡ് പിൽസ് അവന് കൊടുക്കും. നീ കുറച്ചു നേരം ഇപ്പൊ റെസ്റ്റ് എടുക്ക്, ഇത് നിനക്ക് സാക്കുറ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ കുട്ടപ്പന്റെ മനസ്സില് ഇപ്പൊ പ്രണയത്തിന്റെ ലഡു പൊട്ടും. ആര്, സാക്കുറയോ എന്ന് ചോദിച്ച് അവൻ ആ ഫുഡ് പിൽസ് ഓരോന്നായിട്ട് തിന്നാൻ തുടങ്ങും. അതിന്റെ ടേസ്റ്റ് ഇപ്പൊ കുട്ടപ്പന് തീരെ പിടിക്കാതെ അവനത് തുപ്പിക്കളയും. എന്നിട്ട് വീണ്ടും അവൻ രാവും പകലും ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. സാക്കുറ ആവട്ടെ അവളുടെ ഫുഡ് പില്ലാണ് കുട്ടപ്പൻ ഇത്ര എനർജി കൊടുക്കുന്നതെന്ന് കരുതി വീണ്ടും വീണ്ടും ഒരുപാട് ഫുഡ് പിൽസ് അവിടെ കൊണ്ടുചെന്ന് വെക്കും. പക്ഷെ അവൾ കൊണ്ടുവന്നതില് ഒറ്റ ഒരെണ്ണം പോലും കുട്ടപ്പൻ കഴിക്കില്ല. ഇവിടെ കുട്ടപ്പൻ ഒരു ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോ സാക്കുറ വീണ്ടും വീണ്ടും ഒരുപാട് ഐറ്റംസ് ഒക്കെ വാങ്ങി വീണ്ടും കുട്ടപ്പൻ ഫുഡ് പിൽസ് ഉണ്ടാക്കുകയാണ്. അവള് മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ സാധനം വാങ്ങുമ്പോ ഇറൂക്ക മാസ്റ്റർ അവളെ കാണും. അവളുടെ കയ്യിൽ ഓൾറെഡി ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോ മാസ്റ്റർ ചോദിക്കും, നീ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോ അതിന് അവള് പറയും, ഇത് നറൂട്ടോയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് പിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവകളാണ്. അതിന് മാസ്റ്റർ അഭിമാനത്തോടു കൂടെ പറയും, നറൂട്ടോ അവൻ ഈ ഗ്രാമത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാമം അത് പണ്ടേ നശിച്ചു പോയെന്ന് പറയുമ്പോ അതിന് സാക്കുറ പറയും, നറൂട്ടോ മാത്രമല്ല ഞാനും ഈ ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് ഇറൂക്ക ചിരിക്കുമ്പോ അവളും കൂടെ ചിരിച്ച് ഇപ്പൊ അവര് രണ്ടുപേരും നറൂട്ടോയെ കുറിച്ച് ആലോചിക്കും. ഇറൂക്ക പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റുഡന്റ് ആണ് ഇപ്പൊ ഒരുപാട് വളർന്നിരിക്കുന്നത്. അതിന് സാക്കുറ ചോദിക്കും, അപ്പൊ മാസ്റ്ററിന് എന്നെ ഇഷ്ടമല്ലേ? അതിന് മാസ്റ്റർ പറയും, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഇപ്പോ ഒക്കാഗയുടെ അപ്രന്റീസ് അല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. കട്ട് ചെയ്ത ആ ഒരു മൊട്ടത്തലയൻ അവനിപ്പോ ലീഫ് വില്ലേജിലേക്ക് ഓടി വരികയാണ്. അവൻ ഹൊക്കാഗയോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ പറയാൻ തുടങ്ങും. ഹൊക്കാഗ ഷോക്കായിട്ട്, അപ്പൊ മൊട്ട മാസ്റ്ററെയും അവര് കൊന്നോ? അതെ, അവര് മൊട്ട മാസ്റ്ററെ കൊന്ന് ആളുടെ ബോഡി എടുത്ത്
ഗ്രാമത്തിന് പുറത്തേക്ക് പോയി. ഗ്രാമത്തിലുണ്ടായിരുന്ന മറ്റൊരുപാട് പേരെയും അവര് കൊന്നുകളഞ്ഞു. ഒട്ടനെ ഹൊക്കാഗ ടെൻഷനായിട്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് 20 ഗ്രൂപ്പുകളോട് അവളുടെ മുൻപിലേക്ക് വരാൻ പറയും. അങ്ങനെ ഷിനോബീസ് എല്ലാം ഇപ്പൊ 20 ഗ്രൂപ്പുകളായിട്ട് ഹൊക്കാഗയുടെ മുൻപിലെത്തും. ഹൊക്കാഗ കാര്യങ്ങളെല്ലാം ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോന്ന് ഇപ്പൊ അവരോട് ചോദിക്കും. അതിന് അസുമ സെൻസായി ഇപ്പൊ കൈ ഉയർത്തി ചോദിക്കും, അവിടെ ചിരിക്ക സെൻസായി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആളെവിടെയും ചോദിക്കുമ്പോ അതിനാ മൊട്ട പറയും, ചിരിക്കോ സെൻസായെ ഓൾറെഡി അവർ കൊന്നുകളഞ്ഞു. അത് കേൾക്കുമ്പോ ഇപ്പൊ ആസുമ സെൻസായി ഒരു സെക്കൻഡ് തരിച്ചു പോവും. കാരണം ആസുമയും ചിരിക്കോയും ആയിരുന്നു ആ 12 നിഞ്ച ഗാർഡിയൻസില് ദ ബെസ്റ്റ് രണ്ടുപേര്. അവരൊരുമിച്ചാണ് ഒരുപാട് കാര്യങ്ങള് പണ്ട് ചെയ്തിരുന്നത്. അപ്പൊ ഷിക്കമരുവിന്റെ ടീമിനും അത് കേൾക്കുമ്പോ ഇപ്പൊ ഒത്തിരി സങ്കടാവും. അതിന് ഹൊക്കാഗ ഇപ്പോ നിലവിളിച്ചു പറയും, ലാൻഡ് ഓഫ് ഫയറിന്റെ സേഫ്റ്റിയാണ് ഇപ്പൊ നമുക്ക് മുഖ്യം. ആ അക്കാസ്കി മെമ്പേഴ്സ് അവര് ലാൻഡ് ഓഫ് ഫയർ വിടുന്നതിന് മുൻപ് തന്നെ അവരെ പോയി കണ്ടുപിടിക്ക്. അത് കേൾക്കേണ്ട താമസം ആ 20 ടീമും ഇപ്പൊ ലാൻഡ് ഓഫ് ഫയർ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങും. ഈനോ, ചോച്ചി അങ്ങനെ എല്ലാവരും ആ ഒരു ടീമിനോടൊപ്പം പോവും. ഇവിടെ ആസുമ സെൻസായുടെ ടീം അവര് പവർഫുൾ ആയിട്ട് അങ്ങനെ നിൽക്കാണ്. ആസുമ സെൻസായി ഇപ്പൊ അങ്ങനെ കുറേണയുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കാണ്. കുറേണ വരും എന്ന പ്രതീക്ഷയില് ആൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഷിക്കമരു ആവട്ടെ ഇപ്പൊ മാസ്റ്ററിനെ നോക്കി, വാവ് നിനക്ക് അവളെ കാണണമല്ലേ, അതും ഈ സമയത്ത്. ഇവിടെ ആസുമ മാസ്റ്റർ ഒരുപാട് നേരം നോക്കിയിരുന്നിട്ടും അവളെ കാണാത്തതിനെ തുടർന്ന് അവരെല്ലാവരും ഇപ്പൊ ലാൻഡ് ഓഫ് ഫയറിലേക്ക് പോവും. ഷിക്കമരു ചോദിക്കും, ചിരിക്കോയും അസുമ മാസ്റ്ററും നല്ല ഫ്രണ്ട്സ് ആയിരുന്നോ? അപ്പൊ മാസ്റ്റർ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്. നിനക്കറിയാലോ ഞാനും ആ ഒരു 12 ഗാർഡിയൻ മെമ്പേഴ്സില് ഒരു മെമ്പറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. ഞാൻ ലീഫ് വില്ലേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ലാൻഡ് ഓഫ് ഫയറിലാണ് ഒരുപാട് കാലം താമസിച്ചത്. അവിടെയുള്ള എല്ലാവരും എനിക്ക് ബ്രദേഴ്സ് പോലെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ സെൻസായി ആവട്ടെ നമ്മൾ ലാൻഡ് ഓഫ് ഫയറിന്റെ മുൻപിലെത്തി നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് ചെല്ലാന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ വീണ്ടും വീണ്ടും ഒരുപാട് ഫുഡ് പിൽസ് ഉണ്ടാക്കി കുട്ടപ്പന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നൈറ്റ് അവള് വീണ്ടും ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഇപ്പൊ വീട്ടിലേക്ക് വരും. അപ്പൊ അവളുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അത് താഴേക്ക് വീഴും. അവൾ ആ ഫോട്ടോ കയ്യിലെടുത്ത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ചെറുപ്പത്തിൽ ആദ്യമായിട്ട് അവര് 3 പേരും ചേർന്ന് ചക്ര കൺട്രോൾ ചെയ്തത്. സാക്കുറ ആദ്യം ചക്ര കൺട്രോൾ ചെയ്യുമ്പോ കുട്ടപ്പൻ തുള്ളിച്ചാടിയിട്ട് പറയും, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ ആയിരിക്കും ഫസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന്. അപ്പൊ അവള് ഇറൂക്ക മാസ്റ്റർ പറഞ്ഞ കാര്യം ആലോചിക്കും. ഒരു ഘട്ടം എത്തുമ്പോ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ്, നേച്ചർ അതെല്ലാം ചേഞ്ച് ആവും. പക്ഷെ കുട്ടപ്പൻ അവന്റെ ആറ്റിറ്റ്യൂഡിന് മാത്രം യാതൊരു ചേഞ്ചും ഇല്ല. അവൻ ഇപ്പോഴും സാസുകയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അവളുടെ കയ്യിലുള്ള ആ ഒരു മെഡിസിൻസ് അവൾ അതിലേക്ക് നോക്കും. അവള് പറയും, എന്നെ കൊണ്ട് കഴിയും പോലെ കുട്ടപ്പനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ യാമുട്ടോ സെൻസായി പറഞ്ഞ കാര്യവും അവളുടെ മനസ്സിലേക്ക് വരും. നമ്മൾ സ്വാർത്ഥരായി ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെ നമ്മൾ ജീവിക്കണം. അവൾ അങ്ങനെ നിലാവിനെ നോക്കിയിരിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷെ അവന്റെ മനസ്സ് അതാകെ അസ്വസ്ഥമാണ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, എനിക്ക് സാസുകയെ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ അതിശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അവൻ മൾട്ടി ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ കൂടെ തന്നെ ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ അവന്റെ 9 ടൈലിന്റെ പവർ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവനെ കൺട്രോൾ ചെയ്ത് പിടിക്കും. കുട്ടപ്പൻ ശ്വാസം മുറുക്കെ പിടിച്ച് അവന്റെ ഫുൾ പവറില് ഇപ്പൊ വാട്ടർഫോൾസ് അതിനെ അങ്ങനെ പിടിച്ചു നിർത്തും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ഭീമൻ വാട്ടർഫോൾസ് അതങ്ങനെ സ്റ്റക്കാവും. ഉടനെ യാമുട്ടോ ഞെട്ടി എഴുന്നേക്കും, ഇവനെ കൊണ്ടെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് കഴിഞ്ഞു? അതിന് കാക്കാഷി പറയും, അവനവന്റെ സ്ട്രെങ്ത് മാത്രമല്ല മറിച്ച് സാസുകയെ രക്ഷിക്കാനുള്ള ആഗ്രഹമാണ് അവനെ കൊണ്ട് ഇത് സാധിപ്പിച്ചത്. ഇവിടെ കുട്ടപ്പൻ യാഹൂ ഞാൻ ജയിച്ചേന്നും പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും നറൂട്ടോ ബോധം കെട്ട് ഇപ്പൊ താഴേക്ക് വീഴും. കാക്കാഷി ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനെ വിളിക്കും, ഇത് ഞാനാണ് കാക്കാഷി, നീ ഓക്കെ അല്ലേ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, എനിക്ക് വിശക്കുന്നു. അത് കേട്ട് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.